സർവകാര്യങ്ങളിലും പ്രഥമനാണ്, പ്രഥമഗണനീയനാണ്, ഒന്നാം സ്ഥാനക്കാരനാണ് മന്നം. 110 വർഷം പിന്നിട്ട ഒരു സംഘടനയുടെ സ്ഥാപകൻ എന്ന നിലയിൽ മന്നത്ത് പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. കുറിക്കുകൊള്ളുന്ന വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ കാർന്നെടുക്കാൻ പറ്റുന്ന ഉജ്ജ്വലനായൊരു വാഗ്മി ഈ നിലയിൽ നോക്കിയാലും മന്നത്ത് പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. അകാല ചരമമടയാൻ പോയ നായർ സമൂഹത്തെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിന് ഇന്നീ കാണുന്ന ഒരു മഹാവൃക്ഷമായി നിലനിർത്തുവാൻ വേണ്ടി അനവരതം സഞ്ചരിച്ച ഒരു സഞ്ചാരി എന്ന നിലയിൽ നോക്കിയാലും മന്നത്ത് പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. സ്വന്തം ഭാഷയായ മലയാള ഭാഷയെ, ആ ചതുരക്ഷരീ മന്ത്രത്തെ, മലയാണ്മയെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി സംസാരിക്കുക, യൂറോപ്പ് ആദ്യമായി മലയാളത്തിന്റെ മാധുര്യം നുകരുക, 51 അക്ഷരങ്ങൾ കൊണ്ട് കാവ്യ കൈരളിക്ക് മാല ചാർത്തിയ തുഞ്ചന്റെ നാമത്തെ യൂറോപ്പിന്റെ മണ്ണിൽ പോയി പറഞ്ഞ ഉജ്ജ്വലനായ ഒരു ഭാഷാസ്നേഹി എന്ന നിലയിൽ നോക്കിയാൽ മന്നത്ത് പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. സ്വന്തം സമുദായ പുരോഗതിക്ക് ഒപ്പം തന്നെ സമ്പൂർണ്ണ ഹിന്ദു സമാജത്തെയും സംഘടിപ്പിക്കുവാനും ഒന്നാക്കി നിലനിർത്തുവാനും വേണ്ടി അനവരതം സഞ്ചരിച്ച ഒരു സനാതന ഹിന്ദു എന്ന നിലയിൽ നോക്കിയാലും മന്നത്ത് പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. അത്യുജ്വലനായ ഒരു ദേശഭക്തൻ എന്ന നിലയിൽ നോക്കിയാലും മന്നത്ത് പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. കഴിവുറ്റ ഒരു കലാകാരൻ എന്ന നിലയിൽ നോക്കിയാലും ഗണനീയനാണ്. ഉജ്ജ്വലനായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നോക്കൂ, അവിടെയും മന്നത്ത് പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. ഒരു നല്ല സാഹിത്യകാരൻ, പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ വാക്കിൽ പറഞ്ഞാൽ, പദങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സുകളെ പന്താടുന്ന ഒരു കരവിരുതാണ് സാഹിത്യമെങ്കിൽ മന്നം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലനായ സാഹിത്യകാരനാണ്. നമ്മൾ ഇങ്ങനെ ഏത് നിലയിൽ വേണമെങ്കിലും നോക്കിക്കൊള്ളൂ.